ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %67 ആളുകൾ ചിന്തിക്കുന്നത് ഇതിന്റെ ആവശ്യമുണ്ട് എന്നാണ്. സോ ടൈറ്റൻസ് പറയൂ, നിങ്ങൾ ഇവരുടെ ശക്തമായ ജൈവ വിപ്ലവവുമായി കൈകോർക്കാൻ തയ്യാറാണോ? എനിക്ക് ഉറപ്പായും നിങ്ങളുടെ ഈ മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ചാണ്. ഇതെനിക്ക് ഉപഭോക്തൃ കേന്ദ്രീകൃതമായി തോന്നുന്നില്ല. ഈ കാരണം കൊണ്ട് ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയാണ്. ഇതിലൊത്തുചേരാൻ ഞാനിപ്പോൾ ഇല്ല. ഞാനിപ്പോഴും മേഡത്തെ പ്രേരിപ്പിക്കുകയാണ്. അതായത് ഇതിന് മുൻപുള്ള ഉൽപ്പന്നത്തിൽ നവീകരണം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു 100% സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ആവും. അതായത് പറ്റും, തീർച്ചയായും പറ്റും. മേഡം ഇതുമായിട്ട് ഇവിടെ വീണ്ടും വരാൻ ഞാൻ കാത്തിരിക്കും. എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനും. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളുടെയും ഇടയിൽ ഇത് ഗ്രോസ് മാർക്കറ്റിംഗ് ചെയ്യാനും. പക്ഷേ ഞാൻ പറഞ്ഞ ആ നവീകരണമില്ലാതെ ഈ ഉൽപ്പന്നം 100% സക്സസ് ആവുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ഇന്ന് നിങ്ങൾ കൈ കോർക്കുന്നില്ല? ഇല്ല, ഇന്ന് തീർച്ചയായിട്ടും ഇല്ല. അർജുൻ, താങ്കൾ പറയും. എനിക്കിതിൽ 2 പ്രശ്നങ്ങളാണ് കാണാൻ പറ്റിയത്. മാസ് അഡോപ്ഷനിൽ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ ആ പ്രശ്നം സോൾവ് ആയിക്കോളും. ബോംബെയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് കുറച്ച് വലുതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് കൈതരാൻ പറ്റില്ല. ഓക്കേ, താങ്ക് യു. സന്ദേശ് സാർ, താങ്കൾ? നിങ്ങളുടെ കൂടെ എനിക്കിന്ന് ചേരാൻ സാധിക്കില്ല. ശൈലി, ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. I would like to invest 25 lakhs. നിങ്ങൾ ഇതിൽ 2% എനിക്ക് തരികയാണെങ്കിൽ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു മെഷീൻ വാങ്ങും. That I am very clear about. ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരു മെഷീൻ മേടിക്കും കേട്ടോ. കണ്ടോ, Yes. നിങ്ങൾ കേട്ടല്ലോ. തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ ഒരു 5 customer ആണ് കേട്ടോ. കസ്റ്റമേഴ്സ് ഇപ്പൊ തന്നെ ഉണ്ട്. കുട്ടി തരാതെ തന്നെ നിങ്ങളുടെ മെഷീൻ ഞാൻ വാങ്ങും. ഡോക്ടർ സിംഗിന് നിങ്ങൾ പറയൂ, നിങ്ങൾ ശൈലിയുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണോ അല്ലയോ? എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ഉറപ്പായും ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഡീലാണ് മാഡം. അല്ല, അതല്ല, എന്റെ ഈ മാനുഫാക്ചറിങ് വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. എനിക്ക് ഇക്വിറ്റി സംരക്ഷിക്കണം. ഒരു സ്ഥാപകന് ആവശ്യമായ ഗുണമാണത്. വെരി ഗുഡ്. ഈ പ്രോഡക്റ്റിൽ ഞാൻ കൺവിൻസ് ആയിരിക്കുന്നു. എവിടെയാണെങ്കിലും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, പുന്നൂർ, ഓരോ വീട്ടിലും നിയമപ്രകാരം ഇത് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റർ ഓൾവേസ് ലുക്സ് ഫോർ എക്സിറ്റ്. അവർ എക്സിറ്റ് ആവുമ്പോൾ നിങ്ങൾക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അത് 1% ആയാലും 2% ആയാലും. മനസ്സിലായോ? Okay, let's go. വെൽക്കം ബാക്ക് ഡോക്ടർ സിംഗ്. താങ്ക് യു. നിങ്ങൾ എന്ത് തീരുമാനിച്ചെന്ന് പറയൂ. എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ഇത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ഇത് നിങ്ങൾക്ക് 25 ലക്ഷത്തിന് 1% എന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാനൊരു ലാസ്റ്റ് ഓഫർ തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് 1.5% ഫോർ 25 lakhs. ഈ ഓഫറുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ ഞാൻ റെസ്പെക്ട് ചെയ്യും. കാരണം ഒരു ഫൗണ്ടറിന്റെ വ്യത്യസ്തമായ ചാലഞ്ചസിനെ കുറിച്ച് എനിക്കറിയാം. നിങ്ങൾ കൈകോർക്കാൻ തയ്യാറാണോ? ഇവരുടെ ഓഫറുമായി നിങ്ങൾ കൈകോർക്കാൻ തയ്യാറാണോ? വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. വെരി ഗുഡ്, വരൂ. അപ്പൊ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൂ. ഡീൽ ഈസ് ഡൺ. 25 ലക്ഷം 1.5%. Congratulations. Thank you. I wish you all success. Okay?